ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നർ ആയാലും അതിനുള്ള സൈഡ് ഡിഷ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ടെൻഷനുള്ള പരിപാടിയാണ്. സൈഡ് ഡിഷ് ഒന്നും ഇല്ലാണ്ട് സിമ്പിൾ ആയിട്ടും ഹെൽത്തി ആയിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. 3/4 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇതിന് അളവൊന്നും ഇല്ല കേട്ടാ. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് മാവ് എടുത്തോളൂ. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഓയില്. ഫസ്റ്റ് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം സാധാരണ വെള്ളം ചേർത്ത് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവാള എടുത്ത് നീളനെ മുറിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല കനം കുറച്ച് മുറിച്ചോളോട്ട. ഒന്ന് കയ്യിൽ ഇങ്ങനെ ഞരണ്ടി കൊടുക്കാം. 1 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത്, കുറച്ച് വേപ്പില, എല്ലാം കനം കുറച്ചായിട്ടാ മുറിച്ച് വയ്ക്കണേ. കുറച്ച് മല്ലിയില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 2 ടീസ്പൂൺ വറുത്ത റവ. ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ കൈ വെച്ച് മിക്സ് ചെയ്യണ്ടാട്ട, ജസ്റ്റ് സ്പൂണിലൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 15 മിനിറ്റ് ആയി. നമുക്ക് മാവ് എടുക്കാം. മാവ് ഒന്നും കൂടി ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട്. ഈ മാവ് ഇനി നമുക്ക് 2 പോർഷൻ ആക്കാം. ഒരു പോർഷൻ മാറ്റി വെച്ചിട്ട് ഒരു പോർഷൻ പരത്തിയെടുക്കാം. കല്ലിൽ കുറച്ച് മാവ് സ്പ്രെഡ് ചെയ്യുക. നമ്മൾ ചപ്പാത്തിക്ക് പരത്തണ പോലെ തന്നെ, പക്ഷെ നല്ല കനത്തിൽ പരത്തണം. പരത്തിയെടുത്ത മാവിലേക്ക് കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മൈദാമാവ് ഇടുന്നുണ്ട്. മൈദമാവോ ഗോതമ്പാവോ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ ഫില്ലിങ് മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി ഇത് ഈവനായിട്ട് വെച്ച് കൊടുക്കണം. ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് നല്ല ടൈറ്റാക്കി നമുക്ക് മടക്കിയെടുക്കാം. മടക്കിയെടുത്തതിന് ശേഷം സൈഡ് ലാസ്റ്റ് വരുന്ന ആ വക്കില്ലേ, ആ ഭാഗം ഒന്ന് അമർത്തി കൊടുത്തോളൂ. അതുപോലെ ഈ സൈഡും അമർത്തി കൊടുക്കണം. ഫില്ലിങ് പുറത്ത് വരാത്ത രീതിയിൽ 2 സൈഡും അതുപോലെ അമർത്തണേ. ഇനി നമുക്കിത് 2 പീസ് ആക്കണം. നടുവേ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ 2 പോർഷനാക്കി. ഇനി നമ്മളിത് ചുരുട്ടി കൊടുക്കാം പരത്താനായിട്ട്. നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ചുരുട്ടില്ലേ, അതുപോലെ കയ്യിലൊന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് ചുരുട്ടാം. ഇതുപോലെ വേണം ചുരുട്ടിയെടുക്കാനായിട്ട്. മറ്റത് ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. 2 നമ്മൾ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരെണ്ണം പരത്തിയെടുക്കാം. ഒന്ന് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തോളൂ. ഇതിൻ്റെ മുകളിൽ കുറച്ച് മൈദാമാവ് സ്പ്രെഡ് ചെയ്യുക. നമുക്ക് ലൈറ്റായിട്ട് കോല് വെച്ച് പരത്തിയെടുക്കാം. ഒരുപാട് പ്രസ് ചെയ്യരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് പരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് വെള്ളം അതിൽ സ്പ്രെഡ് ചെയ്തിട്ടാ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. വീഡിയോന് കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. അതിന് വേണ്ടിയാണ് ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, എല്ലൊന്ന് പിടിക്കാൻ വേണ്ടി. പാനിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഭാഗം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ല ബ്രൗൺ കളറാക്കി എടുക്കണം. ഇനി നമുക്ക് മറിച്ചിടാം. അടിഭാഗം നല്ലോണം മുരിപ്പിച്ചെടുക്കാം. ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടുത്തത് നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുകളിലൊക്കെ നല്ലോണം ഓയിലോ ബട്ടർ എന്താന്ന് വെച്ചാൽ സ്പ്രെഡ് ചെയ്യുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. 2 എണ്ണം നമ്മൾ റെഡിയാക്കി എടുത്തു. കുറച്ച് ഗോതമ്പാവ് ഉണ്ടെങ്കിൽ വെറൈറ്റി ടേസ്റ്റിലും സിമ്പിളായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ സൈഡ് ഡിഷൊന്നും ഇല്ലാണ്ട് റെസിപ്പി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.